Hi students, in the last class we studied the interpretation, NMR interpretation of ethane and ethyl bromide, right? Today we will discuss the NMR spectra of 2-bromopropane and 1,1,2-bromo tribromoethane. Okay, then first one, okay, we all know 2-bromopropane. We know the structure. എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക? 2-bromo means in the propane means 3 carbon atoms. Okay, then 2-bromo means in the second carbon you can see a bromine atom. അപ്പം structure will be like this. That is CH3, CHBr, then CH3. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് NMRനകത്ത് ചെയ്യേണ്ടതെന്ന് അല്ലേ? എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? ആദ്യം യു ഹാവ് ടു ഫൈൻഡ് ഹൗ മെനി ടൈപ്പ് ഓർ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ അവർ കോമ്പൗണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തെന്തറിയാം? ഹൗ മെനി സിഗ്നൽസ് ആർ ഒബ്റ്റെയിൻഡ് ഹിയർ. അപ്പോൾ ദ നമ്പർ ഓഫ് സിഗ്നൽസ്, NMR സിഗ്നൽസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് എത്ര ടൈപ്പ് പ്രോട്ടോണുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ചേ. എത്ര ടൈപ്പ് പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും? ഞാൻ പറഞ്ഞു തന്ന അതേ രീതിയിൽ അങ്ങ് ചെക്ക് ചെയ്താൽ മതി. അതെല്ലാത്തിലും അത് മറന്നു പോരുത് ആ ഒരു ട്രിക്ക്. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു കാർബൺ, ഫസ്റ്റ് കാർബണിനകത്ത് വരും, ഫസ്റ്റ് CH3 ഗ്രൂപ്പിൽ വരും. അവിടെ വന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും എല്ലാം അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നിരീക്ഷിക്കും. ദെൻ യു ക്യാൻ സീ ഇപ്പോൾ ഒരു സൈഡിൽ ആരും ഇല്ല അല്ലേ, പക്ഷേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഒരു CHBr പ്രസൻറ്റ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടു. അടുത്ത ഉടനെ തന്നെ ലാസ്റ്റ് CH3 ഗ്രൂപ്പിലും കൂടെ പോയി ഇതുപോലെ ഒന്ന് നോക്കുക. അവിടെയും ഒരു സൈഡിൽ ആരെയും അറ്റാച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾക്ക് CHBrനെ കാണാം. അപ്പോൾ രണ്ടിൻ്റെയും ഒരു സൈഡിൽ വന്നിരിക്കുന്നത് സെയിം എൻവയോൺമെൻ്റ് ആണല്ലേ, CHBrനകത്ത് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദീസ് ബോത്ത് CH3 ഗ്രൂപ്പ്സ് they are chemically equivalent. അപ്പോൾ അതൊരു ഈക്വലൻ്റ് പ്രോട്ടോൺസ് ആണ് വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ബോത്ത് CH3 ഗ്രൂപ്പിന് A എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി സെൻറ്ററിൽ വന്നിരിക്കുന്ന CHBr എന്തായാലും ഡിഫറെൻറ്റ് വൺ ആയിരിക്കും. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് മെൻഷൻഡ് ആസ് B. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായി ഇൻ ദിസ് കോമ്പൗണ്ട് ഇൻ 2-bromopropane you have 2 different type of protons. Therefore we will get 2 signals, 2 NMR signals. 2 NMR സിഗ്നൽ കിട്ടും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ 2 NMR സിഗ്നൽ കിട്ടി. ഇനി അടുത്ത് നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR സ്പെക്ട്ര എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കണം. അപ്പോൾ അതറിയണമെങ്കിൽ എന്താണ്? ഇതിൽ ആരുടെ സിഗ്നൽ ആയിരിക്കും? വിച്ച് വൺ കംസ് ഇൻ ദി ഹൈ ഡെൽറ്റ റീജിയൺ ആൻഡ് വിച്ച് വൺ കം ഇൻ ദ ലോ ഡെൽറ്റ റീജിയൺ? അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഇതെല്ലാം മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ്. അത് ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. ഇനി ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ് ഇതിൽ ആരായിരിക്കും ഹയർ ഡെൽറ്റ റീജിയണിലും ആരായിരിക്കും ലോ ഡെൽറ്റ റീജിയണിലും ഉണ്ടാവുക? ഇവിടെ ഇപ്പോൾ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കാർബണിലാണ്. ദെയർഫോർ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ഇൻ ദ സെക്കൻഡ് കാർബൺ, ദാറ്റ് ഈസ് ഇൻ ദ B. Therefore the peak due to B will be in the high delta value region and peak due to A will be in the low delta value region. TMSൻ്റെ അടുത്തായിട്ട് നമുക്ക് ആരുടെ പീക്കിനെ കാണാൻ കഴിയും? എയുടെ പീക്കിനെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR വരയ്ക്കാം. Then we will get the low resolution NMR like this. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR വരിക. അതായത് TMSൻ്റെ സിഗ്നൽ 0-ലുണ്ടാവും. സോറി, ഞാൻ അവിടെ 0 മാർക്ക് ചെയ്യാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ അവിടെ 0-ൽ TMSൻ്റെ സിഗ്നൽ ഉണ്ടാവും. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ പീക്ക് എയുടെ CH3യുടെ പീക്ക് പ്രസൻ്റ് ആയിരിക്കും. തൊട്ടടുത്തായിട്ട് ആരുടെ പീക്കും ഉണ്ടായിരിക്കും? നമ്മുടെ Bയുടെ CHൻ്റെ പീക്കും വരും. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഡെൽറ്റ ഇൻക്രീസസ് ഫ്രം റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ആരോയൊക്കെ വരച്ച് നിങ്ങൾ എഴുതുക. ദെൻ അതിൻ്റെ വാല്യൂ കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. 1.75 ppm ആൻഡ് 4.3 ppm എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിരിക്കുക. ഓക്കെ, ഇനി എന്താണ്? അപ്പോൾ നമ്മൾ നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR കിട്ടി. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് പീക്ക്, ഏരിയ അണ്ടർ ദിസ് പീക്ക്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് പീക്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നമുക്കറിയാം, അതും നമ്മൾ പഠിച്ചതാണ് എങ്ങനെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം എന്ന്. അപ്പോൾ ഇവിടെ B
that is the area under the peak, that is equal to the number of protons present or number of protons from which that signal originates. അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പീക്ക് ബി ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഓൺലി വൺ ഹൈഡ്രജൻ, ഒറ്റൊരു ഹൈഡ്രജൻ, സി എച്ചിനകത്തുനിന്നല്ലേ ബി വന്നിരിക്കുന്നത്. ദെയർഫോർ ഇറ്റ്സ് ഏരിയ ഈസ് 1 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത് CH3 അല്ലെങ്കിൽ പീക്ക് എയോ, ഹിയർ പീക്ക് എ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം രണ്ട് CH3 ഗ്രൂപ്പിൻ്റെയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് പീക്ക് എ വന്നിരിക്കുന്നത്. അപ്പോൾ ദെൻ അത് ആ രണ്ട് CH3 കൂടെ ചേർന്നിട്ട് എത്ര ഹൈഡ്രജൻസ് ആർ പ്രസൻറ്റ് ദെയർ? ദെയർ 6 ഹൈഡ്രജൻസ്, 3 + 3 ഹൈഡ്രജൻസ്, രണ്ടിലും കൂടെ 6 ഹൈഡ്രജൻസ് ആർ പ്രസൻറ്റ് ദെയർ. ദെയർഫോർ ദ പീക്ക് എ ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം 6 ഹൈഡ്രജൻസ്. ദെയർഫോർ വി വിൽ ഗെറ്റ് 6 യൂണിറ്റ്, ദാറ്റ് ഈസ് ഇറ്റ്സ് ഏരിയ വിൽ ബി 6 യൂണിറ്റ്സ്. അപ്പോൾ നമ്മുടെ രണ്ട് സിഗ്നലിൻ്റെയും ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് the ratio of the total area under these peaks, that is equal to 1:6. ക്ലിയർ ആണല്ലോ? ഏരിയയും മനസ്സിലാക്കി. ഇതെല്ലാം നമ്മൾ എഴുതണം. അടുത്ത എന്താണ്? അടുത്ത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹൈ റെസൊല്യൂഷൻ NMR നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഹൈ റെസൊല്യൂഷൻ NMR, അതായത് ദെൻ കൺസിഡർ ദ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഓർ ഹൈ റെസൊല്യൂഷൻ NMR. സ്പ്ലിറ്റിംഗ് പാറ്റേൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇഫ് വി ആർ ടേക്കിംഗ് ദ ഹൈ റെസൊല്യൂഷൻ NMR, ദെയർ യു ക്യാൻ സീ ദി സ്പ്ലിറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഓർ സ്പിൻ കപ്ലിംഗ് ഓഫ് ദ കോമ്പൗണ്ട്. യു ഹാവ് ടു റൈറ്റ് ദാറ്റ് വൺ ഓൾസോ. അതും നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? സ്പ്ലിറ്റിംഗ് പാറ്റേൺ അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ആളുടെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്പിൻ കപ്ലിംഗ് എഴുതണമെങ്കിൽ അതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്, നൈബറിംഗ് ആയിട്ട് എത്ര ഹൈഡ്രജൻസ് പ്രസൻ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹിയർ വി ക്യാൻ സീ ദ പീക്ക് എ എന്ന് പറയുന്ന പീക്ക്, ദാറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 2. എങ്ങനെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദിസ് എ മീൻസ് CH3 അല്ലേ? ദിസ് CH3 ഹാസ് ഓൺലി 1 ഹൈഡ്രജൻ. അതെവിടെ നിന്നാണ്? CH3യുടെ നൈബറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് CH ആണ്. അപ്പം there only 1 hydrogen is present. Therefore this CH3 peak will split into 1 + 1 2. രണ്ടായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. തിരിഞ്ഞു പോരുത്. ഏരിയ അണ്ടർ ദ പീക്ക് നമ്മൾ എഴുതുന്നത് അതേ ഹൈഡ്രജൻ, അതിനകത്ത് തന്നെയുള്ള ആ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണമാണ് നമ്മൾ ഏരിയ ആയിട്ട് എഴുതുന്നത്. അതേസമയം സ്പ്ലിറ്റിംഗ് എഴുതേണ്ടത് നൈബറിങ് അടുത്തുള്ള ആളിൻ്റെ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് എടുക്കുക. ദെൻ യു ഹാവ് ടു അപ്ലൈ ദ n+1 റൂൾ. n നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ n+1 ആയിരിക്കും സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ CH3യുടെ തൊട്ടടുത്തായിട്ട് CH ആയിരുന്നു. only one neighboring protons is present. Therefore the CH3 group will, the peak due to the CH3 will split into 1 + 1, that is 2. Okay. അപ്പോൾ നമ്മളിനി ഇതിന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ്, അതായത് നമുക്കൊരു സിംഗിൾ പീക്ക്, ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് എ സിംഗിൾ പീക്ക് വി വിൽ ഗെറ്റ് എ ഡബിളറ്റ്. രണ്ടെണ്ണം വന്നാൽ നമ്മൾ അതിനെ ഡബിളറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? വി വിൽ ഗെറ്റ് എ ഡബിളറ്റ്. ദെൻ യു ക്യാൻ ഡ്രോ, ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക ഒരു ഡബിളറ്റ്. സിംഗിൾ, എയിൽ നേരത്തെ സിംഗിൾ പീക്കായിരുന്നു, ഇവിടെ അത് 1.75 വി വിൽ ഗെറ്റ് എ ഡബിളറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ തൊട്ടടുത്ത CH എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതും കൂടെ എഴുതാം. അതായത് ദ സിഗ്നൽ B, ദാറ്റ് ഈസ് ദ പീക്ക് ഡ്യൂ ടു CH, ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 7. എങ്ങനെയായിരിക്കും അത് 7ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്? B CH പ്രോട്ടോൺ അല്ലെങ്കിൽ CH ഗ്രൂപ്പിൻ്റെ അപ്പുറത്തും ഒരു CH3 നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തും ഒരു CH3 നിൽക്കുന്നുണ്ട് അല്ലേ? നടുക്കല്ലേ? അപ്പം നൈബറിംഗ് ആയിട്ട് അപ്പുറവും ഇപ്പുറവും CH3 ഗ്രൂപ്പ്സ് വന്നിരിക്കുന്നത് കാരണം, here because the neighborhood of CH there are 6 equivalent protons are present. ഇവിടെ ഒരു CH3, ഇപ്പുറത്തൊരു CH3, രണ്ടിലും 3 വെച്ചിട്ടുണ്ട് അല്ലേ? Therefore 6 equivalent protons are present. Therefore this CH peak will split into 6 + 1, 7 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. 6 + 1 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Then we can call it as a 7 ആവുമ്പം septet. Call it as a septet.
അപ്പോൾ നമുക്കിനി അടുത്തതിൻ്റെ ഹൈ റെസൊല്യൂഷൻ NMR വരയ്ക്കണം. അപ്പോൾ ദെൻ ദ ഹൈ റെസൊല്യൂഷൻ NMR സ്പെക്ട്രം വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് 4.75 ഒരു ഡബിളറ്റും നമ്മുടെ 1.75 ഡബിളറ്റും 4.3 ഒരു സെപ്റ്റഡ് മീൻസ് 7 സിംഗിൾ പീക്സ്. യു ക്യാൻ സീ 7 സിംഗിൾ പീക്സ്. ചെറിയ പീക്കുകൾ കാണാൻ പറ്റും. നമ്മൾ ലോ റെസൊല്യൂഷൻ NMRൽ എയിലും ബിയിലും ഓരോ പീക്കാണ് കണ്ടത്. അത് ശരിക്കും ഇഫ് യു ആർ ടേക്കിംഗ് ദ ഹൈ റെസൊല്യൂഷൻ NMR യു ക്യാൻ സീ ദ സ്പെക്ട്രം ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ചെറിയ സ്പ്ലിറ്റിംഗ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ നമ്മുടെ എ ഹിയർ doublet will have a chemical shift value 1.75 ppm and the septet will have the chemical shift value 4.3 ppm. ഇതും കൂടെ എഴുതുക. ഓക്കെ, തീർന്നില്ല. ഇനി ഓരോ കാര്യം കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ്കൽസ് ട്രയാങ്കിൾ വി ക്യാൻ ഫൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്സ് ഇൻ ദ സ്പ്ലിറ്റ് പാറ്റേൺ. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ആ ചെറിയ സ്പ്ലിറ്റ് പാറ്റേണിലെ ആ സ്പ്ലിറ്റ് പാറ്റേണിനകത്തെ ചെറിയ പീക്കുകളുടെ ഏരിയ, അതിനിടയിൽ വരുന്ന ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽസ് ട്രയാങ്കിൾ ഞാൻ കാണാതെ പഠിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് എഴുതാൻ അറിയാം, പണ്ടേ പഠിക്കുന്നതാണ്, എഴുതാൻ അറിയാമായിരിക്കും. അപ്പോൾ ആ വാല്യൂ ആഡ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് ഏതൊക്കെയായിരുന്നു? ഒരു ഡബിളറ്റും കിട്ടി, സെപ്റ്ററ്റും കിട്ടി. അപ്പോൾ ഡബിളറ്റിന് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്ന ഏരിയ? ഇതിനകത്ത് വരുന്ന വാല്യൂ തന്നെ നോക്കുക. അപ്പോൾ ഡബിളറ്റ് ആണെങ്കിൽ ദ വാല്യൂ വിൽ ബി 1:1. സെപ്റ്ററ്റ് ആണെങ്കിലോ നോക്കുക, സെപ്റ്ററ്റിൻ്റെ വാല്യൂ ഏതായിരിക്കും വരിക? 1:6, 1:15:20:15:6:1. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ സെപ്റ്ററ്റിന് വാല്യൂ വരിക. ഓക്കെ, ഇത് നമ്മൾ എഴുതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കോമ്പൗണ്ടിൻ്റെ NMR സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ്? സ്ട്രക്ചർ അറിയുക. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനകത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ചെക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ചെക്ക് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഹൗ മെനി ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ദെയർ എന്നുള്ളത് മനസ്സിലാവും. ദെൻ സെക്കൻഡ്, എത്ര ടൈപ്പ് പ്രോട്ടോൺ ഉണ്ടെന്നുള്ളത് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് സിഗ്നൽസ് അറിയാൻ പറ്റും. ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? പ്രോട്ടോണുകളുടെ, അപ്പോൾ അത് മനസ്സിലായാൽ നമുക്കിനി ഹൈ ഡെൽറ്റ വാല്യൂ റീജിയനിൽ വിച്ച് വൺ കംസ് ഇൻ ദ ഹൈ ഡെൽറ്റ വാല്യൂ റീജിയൻ ആൻഡ് വിച്ച് സിഗ്നൽ കംസ് ഇൻ ദി ലോ ഡെൽറ്റ വാല്യൂ റീജിയൻ, അതും കൂടെ നോക്കുക. അത് നമുക്ക് നമ്മുടെ അതിനകത്ത് വരുന്ന അറ്റാച്ച്മെൻറ്റ്, ഏതെങ്കിലും ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ, ഷീൽഡിംഗ് ഉണ്ടോ, ഡീഷീൽഡിംഗ് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. അതും എഴുതി കഴിയാം. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ എ ലോ റെസൊല്യൂഷൻ NMR സ്പെക്ട്രം. ആ ഒരു സിംഗിൾ പീക്ക് വരുന്ന ലോ റെസൊല്യൂഷൻ NMR നമുക്ക് വരയ്ക്കാം. അപ്പോൾ ലോ റെസൊല്യൂഷൻ NMR വരച്ചു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഏരിയ അണ്ടർ ദ പീക്ക് എഴുതുക. ഏരിയ അണ്ടർ ദ പീക്ക് എഴുതാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ആ പീക്ക് ഏതിൽ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അതായിരിക്കും അതിൻ്റെ എണ്ണം, അതായിരിക്കും അതിൻ്റെ ഏരിയ, കറസ്പോണ്ടിങ് ഏരിയ എന്ന് പറയുന്നത്. അതും എഴുതി. അപ്പം അതിൻ്റെ റേഷ്യോ നമ്മൾ എഴുതണം. 2:1 അല്ലെങ്കിൽ 6:1 ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് നമ്മൾ എഴുതും. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇനി അടുത്ത് നമ്മൾ ഹൈ റെസൊല്യൂഷൻ NMRയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇഫ് വി ആർ ടേക്കിംഗ് ദ ഹൈ റെസൊല്യൂഷൻ NMR, അപ്പോൾ അവിടെ നമ്മൾ സ്പിൻ കപ്ലിംഗ് ഒക്കെ നോക്കണം. അപ്പോൾ ഹൈ റെസൊല്യൂഷൻ NMR എടുക്കുമ്പോൾ നമുക്ക് യു ക്യാൻ സീ ദ സ്പ്ലിറ്റിംഗ് പാറ്റേൺ. Depending upon the neighboring group, you can see the splitting pattern. Single peak, instead of getting the single peak, you will get a doublet or triplet, septet, quartet. ഇങ്ങനെയുള്ള സ്പ്ലിറ്റിങ്ങുകൾ നമുക്ക് ഹൈ റെസൊല്യൂഷൻ NMR എടുക്കുമ്പം കാണാം. അപ്പോൾ അതും നമ്മൾ നോക്കി നൈബറിംഗ് പ്രോട്ടോണുകളുടെ എണ്ണം മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അതുമായി ഇനി എന്ത് ചെയ്യും? അപ്പോൾ അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുന്നത്? പിന്നെ അടുത്ത് നമ്മളിപ്പം സ്പ്ലിറ്റിംഗ് മനസ്സിലാക്കിയാൽ അടുത്ത് ആ സ്പ്ലിറ്റിംഗ് പാറ്റേണിനകത്ത് വരുന്ന ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്സ് അത് നമ്മൾ എഴുതണം. ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പാസ്കൽസ് ട്രയാങ്കിൾ. സിമ്പിളാണത് അല്ലേ? അത് നമുക്ക് ഇതിനകത്തുനിന്ന് പാസ്കൽസ് ട്രയാങ്കിളിൻ്റെ ഹെൽപ്പോടുകൂടി എഴുതാനും പറ്റും. പിന്നെ അതിന് ഇപ്പം നമ്മുടെ വന്നിരിക്കുന്ന പീക്ക്
ആ പീക്ക് എവിടെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ നോക്കി, കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു NMR സ്പെക്ട്ര എലൂസിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് NMR സ്പെക്ട്ര. ഇത്രയും കാര്യങ്ങൾ, ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ കിട്ടിയാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കോമ്പൗണ്ട് കൂടെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ അടുത്ത ഏതായിരുന്നു? 112 ട്രൈബ്രോമോഈഥെയ്ൻ. സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും? അതാണ് അടുത്ത്. അത് നിങ്ങൾ അറിയണം. 112 ട്രൈബ്രോമോഈഥെയ്ൻ. അപ്പോൾ എങ്ങനെ ആയിരിക്കും? ഈഥെയ്ൻ 2 കാർബണേ ഉള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് 112 ട്രൈബ്രോമോ. അപ്പോൾ എന്തായാലും 3 ബ്രോമിൻ ആറ്റംസ് ആർ പ്രസൻറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 11. അപ്പോൾ ഫസ്റ്റ് കാർബണിനകത്ത് 2 ബ്രോമിനുണ്ട്. 2 പറഞ്ഞിരിക്കുന്നതാണ് സെക്കൻഡ് കാർബണിൽ ഒരെണ്ണം കൂടെ കാണും. അപ്പം ദ സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ദിസ്: CH Br2 CH2 Br. ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഇനി എന്ത് ചെയ്യും? ഇതിനകത്തെ യു ഹാവ് ടു ഫൈൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളതും നോക്കണം. ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഹിയർ ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി NMR സിഗ്നൽസ് വിൽ ഒബ്റ്റെയിൻ. ഈ 2 കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് ആ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഏത് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുമ്പം യു ക്യാൻ ക്ലിയർലി വിഷ്വലൈസ് ദീസ് 2 ഹൈഡ്രജൻസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്, 2 ടൈപ്സ് അല്ലേ. അപ്പോൾ ഹിയർ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ്. ദെയർഫോർ കറസ്പോണ്ടിങ് ടു ദീസ് 2 ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് യു വിൽ ഗെറ്റ് 2 NMR സിഗ്നൽസ്. 2 NMR സിഗ്നൽ ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പം 2 NMR സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലേത് സിഗ്നൽ കംസ് ഇൻ ദി ഹൈ ഡെൽറ്റ വാല്യൂ റീജിയൻ ആൻഡ് വിച്ച് വൺ കംസ് ഇൻ ദ ലോ ഡെൽറ്റ വാല്യൂ റീജിയൻ. യു ഹാവ് ടു ചെക്ക്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞുതരാം, പക്ഷേ എങ്ങനെ കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. ഹിയർ യു വിൽ ഗെറ്റ് ദ സിഗ്നൽ ഡ്യൂ ടു ദ ഫസ്റ്റ് വൺ A comes in the high delta value region and B comes in the low delta value region. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് the signals from B comes in the low delta value region and A comes in the high delta value region. എന്തുകൊണ്ടായിരിക്കും? Here bromine atom is attached. Bromine is electronegative one, you know. ബ്രോമിന് 2 കാർബണിലും ബ്രോമിനുണ്ട്. പക്ഷേ in B only 1 bromine atom is attached, alle, because in B there is only 1 electronegative bromine atom is attached. ഒറ്റൊരു electronegative atom മാത്രമേ Bയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. But in A there are 2 bromine atoms are attached. Aയിൽ 2 bromine atom ഉണ്ട്, Bയിൽ ഒരെണ്ണമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കമ്പയർഡ് ടു B ഇവിടെ ഡീഷീൽഡിങ് ആർക്കായിരിക്കും കൂടുതൽ? ഡീഷീൽഡിങ് വിൽ ബി ഹൈ ഇൻ എയുടെ ഡീഷീൽഡിങ് ബിയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ദാറ്റ് ഈസ് യു ക്യാൻ സേ ദാറ്റ് ദിസ് എ ഈസ് മോർ ഡീഷീൽഡഡ്. എ എന്ന് പറയുന്നത് 2 ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് ഒരേ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ എ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? മോർ ഡീഷീൽഡഡ് ആണ്. അപ്പോൾ മോർ ഡീഷീൽഡഡ്, ഷീൽഡിങ് ഇൻക്രീസസ്, ഡെൽറ്റ വാല്യൂ എവിടെ ആയിരിക്കും വരിക? ഇൻ ദ ഹയർ ഡെൽറ്റ വാല്യൂ റീജിയൻ. അപ്പോൾ ഇവിടെ എക്കല്ലേ ഷീൽഡിങ് കൂടുതൽ. ദെയർഫോർ യു വിൽ ഗെറ്റ് ദി പീക്ക് ഡ്യൂ ടു എ ഇൻ ദ ഹൈ ഡെൽറ്റ വാല്യൂ റീജിയൻ ആൻഡ് കമ്പയർഡ് ടു എ മറ്റിടത്തും ഡീഷീൽഡിങ് വരുന്നുണ്ട്, പക്ഷേ എ അപേക്ഷിച്ച് കുറവായത് കാരണം യു വിൽ ഗെറ്റ് ദ പീക്ക് ഡ്യൂ ടു ബി ഇൻ ലോ ഡെൽറ്റ വാല്യൂ റീജിയൻ. ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, തെറ്റിപ്പോരുത്. അപ്പോൾ നമുക്ക് NMR സിഗ്നൽ എങ്ങനെ വരയ്ക്കാം? ദെൻ ഇപ്പോൾ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ you can draw the low resolution NMR spectrum. അതെങ്ങനെയായിരിക്കും ഇരിക്കുക? low resolution NMR spectrum like this. ഇപ്പം എന്താ TMS 0ൽ TMSൻ്റെ പീക്ക് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഡെൽറ്റ വാല്യൂ മാർക്ക് ചെയ്യുക. ദെൻ പീക്ക് എവിടെയായിരിക്കും? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതുപോലെ B പീക്ക് TMSൻ്റെ തൊട്ടടുത്തായിട്ടും അത് കഴിഞ്ഞിട്ട് എയുടെ പീക്ക്. ദെൻ വാല്യൂവും കൂടെ മാർക്ക് ചെയ്യണം. ഇവിടെ ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഫോർ B ഈസ് 4.26 ppm ആൻഡ് ഫോർ A ഈസ് 5.79 ppm. ഓക്കെ, അതും കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ലോ റെസൊല്യൂഷൻ NMR സ്പെക്ട്ര വരച്ചു. അപ്പോൾ ഇനി ഞാൻ എന്താ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏരിയ അണ്ടർ ദ പീക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ അണ്ടർ ദ പീക്ക് എങ്ങനെ എഴുതാം?
ഇവിടെ here the peak A, that is originating from only one hydrogen. Peak A is originating from one hydrogen, therefore its area is 1 unit. And peak B is originating from 2 hydrogens, therefore its area എത്രയായിരിക്കും? That will be 2 units. Then you can write the ratio of the total area under these peaks. Ratio എഴുതാം, and that ratio will be 2:1. അപ്പോൾ നമുക്ക് റേഷ്യോയും കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഹൈ റെസൊല്യൂഷൻ NMR എടുക്കുക. Okay, if we are taking the high resolution NMR, you can see the splitting pattern. അപ്പോൾ splitting pattern ഇവിടെ എങ്ങനെ ആയിരിക്കും? Here we can see the peak due to CH2 that will split into 2. CH2ൻ്റെ പീക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദിസ് CH2 ഹാസ് 1 നൈബറിങ് പ്രോട്ടോൺ അറ്റ് CH അല്ലേ? CH2ൻ്റെ നൈബറിങ് ആയിട്ട് CH നിൽക്കുന്നുണ്ട്. ആ CHനകത്ത് ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ദെയർഫോർ ദിസ് CH2 പീക്ക് വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 1+1, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Okay, അപ്പോൾ instead of getting a single peak, you will get a doublet in, you can see a doublet in the high resolution NMR. അപ്പോൾ നമുക്ക് ആ ഡബ്ലറ്റ് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ 4.26 ഡെൽറ്റ വാല്യൂവിൽ യു ക്യാൻ സീ എ ഡബ്ലറ്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ആൻഡ് ദ പീക്ക് ഡ്യൂ ടു CHൻ്റെ പീക്കോ ദാറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 3. എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? എഴുതേണ്ടത് തന്നെയാണ്. ബിക്കോസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് ദിസ് CH ഗ്രൂപ്പ് ദർ ആർ 2 ഹൈഡ്രജൻസ് ആർ പ്രസൻറ്റ്. CHൻ്റെ അടുത്തായിട്ട് CH2 ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ആൻഡ് in the CH2 group you can see 2 hydrogens. Therefore this CH peak due to CH will split into n+1. That is you have to apply the n+1 rule. That is 2+1 3. അപ്പോൾ ഈ CHൻ്റെ പീക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Then that is you can say the instead of getting a single peak you will get a triplet. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഹൈ റെസൊല്യൂഷൻ NMR സ്പെക്ട്ര വരുന്നത്? TMSൻ്റെ സിഗ്നൽ 0-ൽ 4.26-ലെ ഡബ്ലറ്റ് ആൻഡ് 5.79-ൽ ട്രിപ്ലറ്റ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, എന്താണ്? നമ്മൾ ഈ ഹൈ റെസൊല്യൂഷൻ NMR സിഗ്നൽ വരയ്ക്കുമ്പം അത് സ്പ്ലിറ്റിംഗ് വരും. അപ്പോൾ നമ്മുടെ ഡെൽറ്റ വാല്യൂ എവിടെ ആയിരിക്കും മാർക്ക് ചെയ്യേണ്ടത്? മിഡിൽ പോർഷൻ്റെ അകത്തായിരിക്കും വരിക. അപ്പോൾ ഡബ്ലറ്റ് ആണെങ്കിൽ ആ 2 പീക്കിൻ്റെയും സെൻറ്ററിൽ മിഡിലായിട്ടാണ് ഡെൽറ്റ, യു ഹാവ് ടു മാർക്ക് ദ ഡെൽറ്റ വാല്യൂ. 3 പീക്ക് ഉണ്ടെങ്കിൽ മിഡിൽ പീക്കിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം ഡെൽറ്റ വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ വാല്യൂവും കൂടെ എഴുതിയിരിക്കുക. ഫോർ ഡബ്ലറ്റ് ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഈസ് 4.26 ആൻഡ് ഫോർ ട്രിപ്ലറ്റ് ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഈസ് 5.79 ppm. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ അല്ലേ ഇതിനകത്ത് എഴുതേണ്ടത്? എന്താണ്? നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്ക് അതും കൂടെ നമ്മളിവിടെ എഴുതണം. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്സ്. ഹിയർ ദ ഏരിയ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പീക്സ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്കറിയാം നമ്മുടെ ഇതിനകത്ത് ഡബ്ലറ്റ് ആൻഡ് എ ട്രിപ്ലറ്റ് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഫോർ ഡബ്ലറ്റ് ഇതിനകത്തുനിന്ന് വാല്യൂ എത്ര വരും? 1:1. ആൻഡ് ഫോർ ട്രിപ്ലറ്റ് ദ വാല്യൂ വിൽ ബി ട്രിപ്ലറ്റ് ആകുമ്പോൾ 1:2:1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇൻഡിവിജ്വൽ പീക്കിൻ്റെ ഏരിയ എഴുതേണ്ടത്. ഫോർ ഡബ്ലറ്റ് ഇറ്റ് ഈസ് 1:1 ആൻഡ് ഫോർ ട്രിപ്ലറ്റ് ദ വാല്യൂ വിൽ ബി 1:2:1. ഓക്കെ, പിന്നെ ഞാനിനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, നേരത്തെ നമ്മളൊരു ഏരിയ പറയുന്നുണ്ട്, ഇവിടെയും ഒരു ഏരിയ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. അതായത് നമ്മൾ ഏരിയ അണ്ടർ ദ പീക്ക് പറഞ്ഞു, ടോട്ടൽ ഏരിയ. അതായത് ലോ റെസൊല്യൂഷൻ NMR പറയുന്ന സമയത്ത് നമ്മളൊരു ഏരിയ പറയുന്നുണ്ട്. ഇവിടെ ഹൈ റെസൊല്യൂഷൻ NMR പറയുമ്പോഴും ഏരിയ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ലോ റെസൊല്യൂഷൻ NMR പറഞ്ഞ സമയത്ത് നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കോമ്പൗണ്ട് ഇവിടെ നമുക്ക് അവിടെ കിട്ടിയതായിരുന്നു 1:2. ഇവിടെയോ ഡബ്ലറ്റ് ആയപ്പോൾ അത് 1:1 എന്നും ട്രിപ്ലറ്റ് ആയപ്പോൾ അത് 1:2:1 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ ഏരിയ നമുക്ക് നേരത്തെ കിട്ടിയ ഏരിയ തന്നെയാണ് ചെറുതായിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അവിടെ 2 കിട്ടിയിരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് 2 നമുക്ക് കിട്ടിയത് ആർക്കായിരുന്നു? CH2-ന്, അല്ലെങ്കിൽ പീക്ക് ഡ്യൂ ടു ബിക്കാണ്
CH2 അതിനാണ് നമുക്ക് അവിടെ ഡബിളറ്റ് കിട്ടിയത്. അതാണ് ഇവിടെ ഈ 1:1 ആയിട്ട് സ്പ്ലിറ്റ് ആയത്. അതുപോലെ അതായത് ബിയുടെ പീക്കില്ലേ നമുക്ക് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ആ 2 ആണ് ശരിക്കും പറഞ്ഞാൽ 1:1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നേരത്തെ 1 കിട്ടിയതാണ് ഇവിടെ ട്രിപ്ലറ്റ് ആയത്. അതാണ് 1:2:1 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 1ൻ്റെ ചെറിയ 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 പാർട്ടായിട്ട് മാറിയതാണ് ഈ കിടക്കുന്നത്. അപ്പം ഇത് രണ്ടും സെയിം ആണ്. അതെങ്ങനെ വരും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. ഇനി അതിനെക്കുറിച്ച് കൂടാതെ ഇത് നമ്മുടെ എല്ലാത്തിനകത്തും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെ കിട്ടിയിരിക്കുമ്പോൾ 1:6 എന്ന് വന്നാൽ ആ 1 തന്നെയാണ് അടുത്ത് ഹൈ റെസൊല്യൂഷൻ വരുമ്പം സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത്. രണ്ടിൻ്റെയും ടോട്ടൽ എടുക്കുമ്പം ഒരുപോലെ തന്നെ വരും. ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പം 2 ആയിരുന്നാലും 6 ആയാലും ഒക്കെ ആ ടോട്ടൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിട്ട് തന്നെ കിട്ടും. അതും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ റെസൊല്യൂഷൻ NMR, ഈ ലോ റെസൊല്യൂഷൻ NMR വരയ്ക്കുമ്പം ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ പീക്ക് ഏരിയ കിട്ടും. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 1:2 ഈ രീതിയിലാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. 1:2 ഇതായിരുന്നു നമ്മുടെ പീക്ക് ഏരിയ. അപ്പം ഇതാണ് ശരിക്കും ഡബിളറ്റ് ആയിട്ടും ട്രിപ്ലറ്റ് ആയിട്ടും നേരത്തെ സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ഈ 1 ആണ് ശരിക്കും എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത്? 1 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ട്രിപ്ലറ്റ് അവിടെ കിട്ടിയത്. ഹൈ റെസൊല്യൂഷൻ NMR എടുത്തപ്പോൾ ട്രിപ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഈ ഒരു പീക്കായിരുന്നു. അതുപോലെ നമ്മുടെ അതിനകത്ത് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതോ, ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് അവിടെ 2 ഈക്വൽ സിഗ്നൽസ് നമുക്ക് കാണാനും കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഹൈ റെസൊല്യൂഷൻ NMRും ലോ റെസൊല്യൂഷൻ NMRും. ഇനി ഇതിനകത്തു നിന്നാണ് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ പീക്സിൻ്റെ ഏരിയയും നോട്ട് ചെയ്തത്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ചെയ്ത കാര്യമാണ്. എന്തായിരുന്നു നമ്മുടെ ഫോർ ദിസ് വൺ, ഫോർ ദ ട്രിപ്ലറ്റ് ദ ഏരിയ എന്തായിരുന്നു? 1:2:1 and for the doublet the value is 1:1. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇത് തന്നെയാണ് ഈ ഏരിയയും ഈക്വൽ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇതും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ 2 അത് തന്നെയാണ് ഇവിടെ ഈ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 1 എന്നുള്ള 2 ചെറിയ ഏരിയാസ് ആയിട്ട്, വലിയതായിട്ടുണ്ടായിരുന്ന ഏരിയ 2 ആയിരുന്ന പീക്ക്, 2 ചെറിയ പീക്ക് തൊട്ടടുത്തായിട്ട് 2 ഈക്വൽ ഏരിയയിലുള്ള ചെറിയ വോളിയം, അതായത് 1 ഏരിയയുള്ള 2 പീക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതാണിത്. ഇനി ഇവിടെ എടുക്കുമ്പോഴോ ഇത് ശരിക്കും 1 ആണ് ഇത്രയുമായിട്ട് സ്പ്ലിറ്റ് ആയത്. ഈ 1 ഏരിയ ഉണ്ടായിരുന്ന പീക്ക് മനസ്സിലാക്കിക്കോളാം ഇതിനകത്ത് വരുന്ന എങ്ങനെയാണെന്ന്. ഇവിടെ ഏരിയ 1 ആയിരുന്ന ഈ ചെറിയ പീക്കാണ് 3 ചെറിയ ചെറിയ പീക്കുകളായിട്ട് സ്പ്ലിറ്റ് ആയത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ 1:2:1 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സെയിം ആവും? ഇതിനെ നമ്മൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? 1 + 2 + 1 ദാറ്റ് ഈസ് 4. അപ്പോൾ 4 ആയിരുന്ന സാധനം നമ്മുടെ അതായത് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4:1. സെക്കൻഡ് വണ്ണോ 4:2. ലാസ്റ്റ് വൺ എഗെയിൻ 4:1. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്. അതായത് ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയുടെ 4:1, ഇതെന്ന് പറയുന്നത് 4:2, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് എഗെയിൻ 4:1. എന്താണ് ഈ 4:1 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് 0.25. ഇതെന്ന് പറയുന്നത് 0.5, ദിസ് വൺ ഓൾസോ 0.25. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ഈ ചെറിയ പീക്ക്, നമ്മുടെ ഈ ട്രിപ്ലറ്റിനകത്തുള്ള ഈ കുഞ്ഞു പീക്ക് ഉണ്ടല്ലോ, ആദ്യത്തെ പീക്ക്, ഈ ചെറിയ പീക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും 0.25 ആണ്. അതുപോലെ ഈ വലിയ പീക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലെ ലാസ്റ്റ് വണ്ണിൻ്റെത് എഗെയിൻ 0.25. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് എത്രയല്ലേ? 1 തന്നെയല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഇതും സെയിം ആണ് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഈ വലിയ ഏരിയ തന്നെയാണ് ചെറിയ ചെറിയ ഏരിയാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തും നിങ്ങൾക്കാർക്കും ഡൗട്ട് വരത്തില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു ഓൾ ടുഗദർ ഏരിയ, അതാണ് നമ്മുടെ സിഗ്നലിൻ്റെ ടോട്ടൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഈ ഒരു ഇതിൻ്റെ ഏരിയ എത്ര വരും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മോൾ സിഗ്നൽസിൻ്റെ ഏരിയ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക്
കംപ്ലീറ്റ് ഏരിയ എത്ര കിട്ടുന്നോ അതായിരിക്കും നമുക്ക് നമ്മുടെ NMR സിഗ്നലിൻ്റെ ഏരിയയാണെന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കംപ്ലീറ്റ് കാര്യങ്ങളും ക്ലിയർ അല്ലേ, ഇതെങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ 2-3 കോമ്പൗണ്ടുകളും കൂടെ ചെക്ക് ചെയ്യണം. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.